ഐപ്ലസിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കുവാൻ വേണ്ടി പോകുന്നത് ലോക ചരിത്രത്തിലെ തന്നെ ഏറ്റവും നിർണായകമായ ഒരു സംഘടനയെ പറ്റിയാണ്. PSCക്ക് അടക്കം മത്സര പരീക്ഷകൾക്ക് സ്ഥിരമായിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ് ഐക്യരാഷ്ട്ര സംഘടന. പ്രത്യേകിച്ച് ഇപ്പോൾ ലോക മഹായുദ്ധങ്ങൾക്ക് സമാനമായ യുദ്ധങ്ങൾ ലോകത്തിന്റെ പല ഭാഗത്തായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. ഈ റഷ്യ യുക്രൈൻ യുദ്ധമുണ്ട്, ഇസ്രായേൽ പാലസ്തീൻ യുദ്ധമുണ്ട്, അതോടൊപ്പം തന്നെ ഇറാനുമായിട്ടുള്ള സംഘർഷങ്ങളുണ്ട്. അങ്ങനെ ലോകം വലിയ കലാപകലുഷിതമായ സാഹചര്യങ്ങളിലൂടെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധമൊക്കെ നടക്കുന്ന സമയത്ത് വലിയ കലാപകലുഷിതമായ സാഹചര്യങ്ങളിലൂടെയൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ലോകം. അതുകൊണ്ട് തന്നെ ഐക്യരാഷ്ട്ര സഭ എന്ന അല്ലെങ്കിൽ ഐക്യരാഷ്ട്ര സംഘടന എന്ന ഒരു സംഘടനയ്ക്ക് വലിയ പ്രാധാന്യം ഇന്നത്തെ ഈ വർത്തമാന കാലഘട്ടത്തിൽ ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ കറണ്ട് അഫെയർ ആയിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാം എന്നുള്ളത് കൊണ്ട് തന്നെ വളരെ കൃത്യമായിട്ട് നമ്മൾ പഠിച്ചിരിക്കണം. അപ്പോൾ ഐക്യരാഷ്ട്ര സംഘടന എന്താണ്, അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, അതിൽ ആരൊക്കെയുണ്ട്, അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, അതിൻ്റെ ആസ്ഥാനം അത് എങ്ങനെ രൂപീകരിച്ചു, എന്ന് രൂപീകരിച്ചു തുടങ്ങി വളരെ വിശദമായിട്ടൊരു ക്ലാസ് ആണ്. അപ്പോൾ നോക്കി, ഐക്യരാഷ്ട്ര സംഘടന എന്താണ് എന്ന് ചോദിച്ചാൽ നമ്മുടെ രാജ്യാന്തര സഹകരണം ലക്ഷ്യമാക്കി രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം രൂപീകൃതമായ ഒരു സംഘടനയാണ് ഐക്യരാഷ്ട്ര സംഘടന. നമുക്കറിയാം 1939 ആരംഭിച്ച് 1945 അവസാനിച്ച യുദ്ധമാണ് രണ്ടാം ലോക മഹായുദ്ധം. ലോകത്ത് ഇതേവരെ രണ്ട് മഹായുദ്ധങ്ങളെ നടന്നിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ മനുഷ്യനുണ്ടായ കാലം മുതൽ നമ്മൾ ഇത്രയും ചരിത്രം പരിശോധിച്ചാൽ രണ്ട് മഹായുദ്ധങ്ങൾ മാത്രം. ഒന്നാമത്തെ എന്നായിരുന്നു 1914 മുതൽ 1918 വരെ ഒന്നാം ലോക മഹായുദ്ധം. അതിനുശേഷം 1939 മുതൽ 45 വരെ രണ്ടാം ലോക മഹായുദ്ധം. ലോകത്ത് ഇന്നേ വരെ പരീക്ഷിക്കപ്പെട്ടതിൽ വെച്ച് ഏറ്റവും ഭയാനകവും ഏറ്റവും ഭീകരവുമായിട്ടുള്ള ആയുധങ്ങളും അതോടൊപ്പം തന്നെ ആണവ ശക്തികളും ഒക്കെ പരീക്ഷിക്കപ്പെട്ട യുദ്ധങ്ങളായിരുന്നു രണ്ടാം ലോക മഹായുദ്ധം. അതിനേക്കാൾ തീവ്രത കുറഞ്ഞ യുദ്ധമാണ് ഒന്നാം ലോക മഹായുദ്ധം. അപ്പൊ രണ്ട് മഹായുദ്ധങ്ങൾ മാത്രം, മനുഷ്യനുണ്ടായ കാലത്തിന് ശേഷം രണ്ട് മഹായുദ്ധങ്ങൾ മാത്രമാണ് നടന്നിട്ടുള്ളത്. അതുകൊണ്ട് ആ വർഷങ്ങൾ വളരെ കൃത്യമായിട്ട് ഓർത്തിക്കണം. 1914 മുതൽ 1918 വരെയുള്ള ഒന്നാം ലോക മഹായുദ്ധവും 1939 മുതൽ 1945 വരെയുള്ള രണ്ടാം ലോക മഹായുദ്ധവും. അപ്പം ഈ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം, അതാണ് ഈ യുദ്ധത്തിന് ശേഷം ലോകത്ത് ലോക സമാധാനത്തിന് വേണ്ടിയിട്ട് അതോടൊപ്പം തന്നെ രാജ്യങ്ങൾ തമ്മിൽ നല്ലൊരു ഐക്യത്തിൽ പോകണം. രാജ്യങ്ങൾ തമ്മിൽ പ്രശ്നമുണ്ടാകുമ്പോഴല്ലേ യുദ്ധത്തിലേക്ക് അവസാനം അത് ഒരു അക്രമത്തിലേക്കും ഒരു യുദ്ധത്തിലേക്കും ഒക്കെ കലാശിക്കുന്നത്. അപ്പം എല്ലാ രാജ്യങ്ങളും സഹകരിച്ചാണ്, നമ്മളെല്ലാം ഒന്നാണ് എന്നുള്ള ഒരു തോന്നലിൽ പോയി കഴിഞ്ഞാൽ പ്രശ്നമൊന്നും ഉണ്ടാകില്ല. അപ്പോൾ ആ ഒരു തോന്നൽ ഉണ്ടാക്കിയെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി രൂപീകൃതമായ സംഘടനയാണ് ഐക്യരാഷ്ട്രസഭ. 3 ലക്ഷ്യങ്ങൾ, പ്രധാനമായിട്ടും ഇതിന്റെ അടിസ്ഥാന ലക്ഷ്യങ്ങൾ 3 ചിലപ്പോൾ ഇങ്ങനെ പറയും, താഴെ തന്നിരിക്കുന്നവയിൽ UN-ന്റെ അല്ലെങ്കിൽ ഐക്യരാഷ്ട്രസഭയുടെ അടിസ്ഥാന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് എന്നൊക്കെ പറഞ്ഞൊക്കെ ചോദിക്കാം. അപ്പോൾ അങ്ങനെ ചോദിച്ചാൽ ലോക സമാധാനം, സാമ്പത്തിക വികസനം, സാമൂഹിക സമത്വം, ഇതാണ് 3 ലക്ഷ്യങ്ങൾ. മറക്കരുത്, ലോക സമാധാനം, സാമ്പത്തിക വികസനം, സാമൂഹിക സമത്വം. അപ്പൊ ലോകത്ത് ഇനിയൊരു യുദ്ധം ഉണ്ടാകാൻ പാടില്ല. ലോകത്ത് ഏതെങ്കിലുമൊക്കെ രാജ്യങ്ങൾ തമ്മിൽ എന്തെങ്കിലുമൊക്കെ സംഘർഷങ്ങൾ ഉണ്ടാകുകയാണ് എങ്കിൽ അവരെ സമാധാനത്തിന്റെ പാതയിലൂടെ നയിക്കുക, ഇതാണ് അതിന്റെ ഒന്നാമത്തെ ലക്ഷ്യം. അപ്പൊ ലോക സമാധാനം. രണ്ടാമത്തത് സാമ്പത്തിക വികസനമാണ്. ലോക രാജ്യങ്ങൾ, ഏതെങ്കിലുമൊക്കെ രാജ്യങ്ങൾ സാമ്പത്തികപരമായിട്ടൊക്കെ പിന്നോക്കം നിൽക്കുകയാണ് എങ്കിൽ അവരെ കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതും അവരുടെ ലക്ഷ്യമാണ്. അപ്പൊ സാമ്പത്തിക വികസനമുണ്ട്, അതോടൊപ്പം തന്നെ സാമൂഹിക സമത്വമുണ്ട്. ഏതെങ്കിലുമൊക്കെ രാജ്യത്ത് ഏതെങ്കിലുമൊക്കെ ജനവിഭാഗങ്ങൾ അസമത്വങ്ങൾ അല്ലെങ്കിൽ ഇന്നിക്വാളിറ്റി അനുഭവിക്കുന്നുണ്ട് എങ്കിൽ അത് തുടച്ചു നീക്കിക്കൊണ്ട് സാമൂഹിക സമത്വം നിലനിർത്തുക എന്നതും അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ. അപ്പൊ 3 ലക്ഷ്യങ്ങളുണ്ട്. ലോക സമാധാനമുണ്ട്, സാമ്പത്തിക വികസനമുണ്ട്, സാമൂഹിക സമത്വമുണ്ട്. ഇനി അതിൻ്റെ 1945 ഒക്ടോബർ മാസം 24-ാം തീയതി 51 അംഗങ്ങൾ, മറക്കരുത്, 1945 ഒക്ടോബർ മാസം 24. 45ന്റെ പ്രത്യേകത നമുക്കറിയാം. രണ്ടാം ലോക മഹായുദ്ധം അവസാനിപ്പിച്ച വർഷമാണ് 1945. ആ 45 ഒക്ടോബർ മാസം 24-ാം തീയതി 51 അംഗങ്ങളുമായിട്ട് തുടക്കം കുറിച്ച ഈ പ്രസ്ഥാനത്തിൽ നിന്ന് 193 രാജ്യങ്ങളുണ്ട്. എത്ര രാജ്യങ്ങളുണ്ട്? 193 രാജ്യങ്ങളാണ് ഇതിനകത്ത് നിലവിലുള്ളത്. ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം 1919-20 വർഷങ്ങളിലായി നടന്ന പാരീസ് സമാധാന സമ്മേളനം, നമ്മൾ 2ൽ നിന്ന് 1ലേക്കൊന്ന് പുറകിലേക്കൊന്ന് പോകണം. കാരണം രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഉണ്ടാക്കിയ സംഘടനയാണ് UN അഥവാ ഐക്യരാഷ്ട്രസഭ. അങ്ങനെയാണെങ്കിൽ ഒരു സംശയം സ്വാഭാവികമായിട്ടും ഉണ്ടാകും,
അങ്ങനെയാണെങ്കിൽ ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ഇതുപോലെയുള്ള ഒരു ശ്രമങ്ങളൊക്കെ നടത്തിയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ രണ്ടാം ലോക മഹായുദ്ധം ഉണ്ടാകുമായിരുന്നില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഒന്നാം ലോക മഹായുദ്ധത്തിൽ അതിന് അവസാനിച്ച ശേഷം ഒരു സമാധാന സംഘടനയൊക്കെ നമുക്ക് രൂപീകരിച്ചു കൂടായിരുന്നോ എന്നൊരു സംശയമൊക്കെ തോന്നിയാൽ ഒന്നും സംശയിക്കേണ്ട. ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷവും നമ്മൾ ഇങ്ങനെ ഒരു സമാധാന സംഘടനയൊക്കെ ഉണ്ടാക്കിയിരുന്നു. പക്ഷെ അത് 8 നിലയിൽ പൊട്ടിപ്പോവുകയാണ് ചെയ്തത്. ആ സംഘടനയെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം 1919 20 വർഷങ്ങളിലായിട്ട് പാരീസിൽ വെച്ച് ഒരുപാട് സമാധാന സമ്മേളനങ്ങൾ വിളിച്ചു കൂട്ടുകയുണ്ടായി. ആ സമാധാന സമ്മേളനങ്ങളിൽ വെച്ച് ഒരു സമാധാന സംഘടന രൂപീകരിച്ചു. അതിന്റെ പേരാണ് ലീഗ് ഓഫ് നേഷൻസ് അഥവാ സർവരാഷ്ട്ര സഖ്യം അല്ലെങ്കിൽ സർവരാജ്യ സഖ്യം എന്നൊക്കെ നമ്മൾ പറയും. അപ്പം രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഉണ്ടായ സമാധാന സംഘടന ഐക്യരാഷ്ട്രസഭയാണ്. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ട് വരുന്നത് ഒന്നാം ലോക മഹായുദ്ധത്തെ കുറിച്ചൊന്ന് പരാമർശിക്കാതെ പോയാൽ അത് മോശമല്ലേ. അപ്പൊ ഒന്നാം ലോക മഹായുദ്ധം അവസാനിപ്പിക്കുന്നത് 1918 1919 അതായത് അതിന്റെ തൊട്ട് പിറ്റേ വർഷം ഇനി ഒരു യുദ്ധം ഉണ്ടാകരുത് എന്നൊക്കെ ആഗ്രഹിച്ചുകൊണ്ട് ഫ്രാൻസിന്റെ തലസ്ഥാനമായ പാരീസിൽ വെച്ച്, വിജയിച്ച രാജ്യമാണ് ഫ്രാൻസ് ഒന്നാം ലോക മഹായുദ്ധത്തിൽ, ആ ഫ്രാൻസിന്റെ തലസ്ഥാനമായ പാരീസിൽ വെച്ച് വിജയിച്ച രാജ്യങ്ങളും പരാജയപ്പെട്ട രാജ്യങ്ങളും എല്ലാവരും കൂടി ചേർന്നിരുന്നുകൊണ്ട് ഇനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാകരുത്, ഇനി ഒരു സമാധാനം നമ്മൾ ആഗ്രഹിക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു സമാധാന സംഘടന രൂപീകരിച്ചു. ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ആ സമാധാന സംഘടനയെ വിളിക്കുന്ന പേരാണ് ലീഗ് ഓഫ് നേഷൻ. ഏതാണ്? ലീഗ് ഓഫ് നേഷൻ. അപ്പം ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം രൂപീകരിച്ച സമാധാന സംഘടന ലീഗ് ഓഫ് നേഷനും രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം രൂപീകരിച്ച സമാധാന സംഘടന ഐക്യരാഷ്ട്രസഭ അല്ലെങ്കിൽ സർവരാഷ്ട്ര സഖ്യം അല്ലെങ്കിൽ ഐക്യരാഷ്ട്രസഭ അല്ലെങ്കിൽ UNO യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ ആണ് എന്ന് ഓർക്കുക. ഇനി ഒന്നാം ലോക മഹായുദ്ധം അവസാനിപ്പിക്കുവാൻ കാരണമായ ഉടമ്പടിയുടെ പേര്, ഒരുപാട് ഉടമ്പടികൾ ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉടമ്പടിയാണ് വേഴ്സായ് ഉടമ്പടി. അത് ജർമ്മനിയുമായിട്ട് ഒപ്പുവെച്ച, നമ്മൾ ഹിസ്റ്ററി ക്ലാസ്സിൽ വളരെ കൃത്യമായിട്ട് പഠിച്ചതാണ്. അപ്പൊ ജർമ്മനിയുമായിട്ട് ഒപ്പുവെച്ച ഉടമ്പടി, വിജയിച്ച രാജ്യങ്ങൾ പരാജയപ്പെട്ട രാജ്യമായ ജർമ്മനിയുമായിട്ട് ഒപ്പുവെച്ച ഉടമ്പടിയാണ് വേഴ്സായ് ഉടമ്പടി. 1919 അങ്ങനെ 1920 ജാനുവരി മാസം 10 സർവരാഷ്ട്ര സഖ്യം രൂപീകരിച്ചു. ഇനി ഒരു യുദ്ധം ഉണ്ടാകരുത് എന്നൊക്കെ ആഗ്രഹിച്ചുകൊണ്ട് ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം 1920 ജാനുവരി മാസം 10 ഒരു സമാധാന സംഘടന രൂപീകരിച്ചു. അതിന്റെ പേര് സർവരാഷ്ട്ര സഖ്യം എന്നാണ്. ഈ സർവരാഷ്ട്ര സഖ്യം എന്ന ആശയം മുന്നോട്ട് വെച്ചത് വുഡ്രോ വിൽസൺ ആണ്. ആ സമയത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന വുഡ്രോ വിൽസൺ ആണ് ഇങ്ങനെ ഒരു ആശയം മുന്നോട്ട് വെക്കുന്നത്. ഇനി പ്രശ്നങ്ങളൊന്നും ആരും ഉണ്ടാക്കരുത്, അതുകൊണ്ട് ഒരു സമാധാനപരമായ സംഘടന. അന്ന് അമേരിക്കയൊന്നും ഈ ഒന്നാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുത്തിട്ടേ ഇല്ല. ഒന്നാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുക്കാതെ മാറുന്ന രാജ്യമാണ് അമേരിക്ക. ആ അമേരിക്ക എന്ത് ചെയ്തു? അമേരിക്ക എല്ലാവരെയും വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ പരസ്പരം എന്തിനാണ് തമ്മിൽ തല്ലുന്നത്? നിങ്ങൾ സമാധാനത്തിന്റെ പാതയിലൂടെ പോകും. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും കൂടി ചേർന്ന് ഒരു സമാധാന സംഘടന ഉണ്ടാക്കാം. ആ സമാധാന സംഘടനയുടെ പേരാണ് സർവരാഷ്ട്ര സഖ്യം. 1920 ജാനുവരി മാസം 10 അത് രൂപീകരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു സമാധാന സംഘടന വേണം എന്ന ആശയം മുന്നോട്ട് വെച്ചത് അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന വുഡ്രോ വിൽസൺ ആണ്. അതുകൊണ്ട് തന്നെ സർവരാഷ്ട്ര സഖ്യത്തിന്റെ പിതാവ് അല്ലെങ്കിൽ സ്ഥാപകൻ എന്നൊക്കെ അറിയപ്പെടുന്നത് വുഡ്രോ വിൽസണെയാണ്. തമാശ ഇതൊന്നുമല്ല. അങ്ങനെ ഈ സംഘടന നിലവിൽ വന്നപ്പോൾ പിന്നെ അമേരിക്ക ഇതിനകത്ത് മെമ്പർഷിപ്പ് എടുത്തില്ല. അമേരിക്കയാണ് ഈ ആശയം മുന്നോട്ട് വെക്കുന്നത്, പക്ഷേ അമേരിക്ക ഇതിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ് ചെയ്തത്. അപ്പോൾ എന്തായാലും സർവരാഷ്ട്ര സഖ്യത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് അമേരിക്കയാണ്. ഇതിന്റെ ആസ്ഥാനം ജനീവയാണ്, സ്വിറ്റ്സർലാൻഡിലാണ് ജനീവ. ആ സ്വിറ്റ്സർലാൻഡിലെ ജനീവയിലായിരുന്നു ഇതിന്റെ ആസ്ഥാനം. എവിടെയാണ് ആസ്ഥാനം? ജനീവയിലാണ്. ആസ്ഥാനം എവിടെയാണ്? ജനീവ. രണ്ടാം ലോക മഹായുദ്ധം തടയുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. അപ്പൊ 1920 ജാനുവരി മാസം 10 രൂപീകൃതമായ ഈ സർവരാഷ്ട്ര സഖ്യം അഥവാ ലീഗ് ഓഫ് നേഷന്റെ ചുമതല അല്ലെങ്കിൽ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ എന്ത് തടയുക? ഇനി ഒരു രണ്ടാം ലോക മഹായുദ്ധം എന്തായാലും സംഭവിക്കാനുള്ളത് സംഭവിച്ചു. ഒന്നാം ലോക മഹായുദ്ധം നടന്നു. അതുകൊണ്ട് ഇനി ഇതുപോലൊരു അബദ്ധം ഒരാൾക്കും പറ്റരുത്. എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടെങ്കിൽ ഞങ്ങളോട് പറഞ്ഞോളുക, ഞങ്ങളത് തീർത്തു തരാം. അപ്പോൾ ഇനി ഒരു ആയുധം എടുത്തുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കശപിശക്കാരും പോകണ്ട. ഇതായിരുന്നു എന്തിൻ്റെ ഉദ്ദേശം? നമ്മുടെ സർവരാഷ്ട്ര സഖ്യത്തിൻ്റെ ഉദ്ദേശം രണ്ടാം ലോക മഹായുദ്ധം തടയുക എന്നതാണ്. ഇനി ഇതിനൊരു ഭരണഘടന ഉണ്ടായിരുന്നു. ഇത് എങ്ങനെ പ്രവർത്തിക്കണം, ഇതിന്റെ നിയമങ്ങൾ എങ്ങനെയായിരിക്കണം, ഒരു രാജ്യം തെറ്റ് ചെയ്താൽ അവരെ പണിഷ്മെന്റ് എങ്ങനെ കൊടുക്കണം എന്നൊക്കെ പറയുന്ന ഒരു ഭരണഘടന ഇവർക്കുണ്ടായിരുന്നു. ആ ഭരണഘടനയുടെ പേരാണ് കവനന്റ്. മറക്കരുത്, സർവരാഷ്ട്ര സഖ്യത്തിന്റെ ഭരണഘടനയുടെ പേര്
കവനന്റ്. അപ്പൊ നമ്മൾ തുടങ്ങുന്നത് ഐക്യരാഷ്ട്രസഭയിൽ നിന്നാണ്. എങ്കിലും ഐക്യരാഷ്ട്രസഭ രൂപീകരിച്ചത് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമാണ്. അങ്ങനെയാണെങ്കിൽ ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം രൂപീകരിച്ച സംഘടനയെ പറ്റി പറഞ്ഞു പോയില്ലെങ്കിൽ അത് അവർക്കൊരു വിഷമാവുമല്ലോ എന്നുകൊണ്ട് പറഞ്ഞതാണ്. അപ്പം നമ്മൾ പറഞ്ഞു തുടങ്ങിയത് ഒന്നാം ലോക മഹായുദ്ധം അവസാനിപ്പിച്ചത് 1919-20 ഘട്ടങ്ങളിലായിട്ട് പാരീസിൽ വെച്ച് നടന്ന സമാധാന സമ്മേളനങ്ങളിലൂടെയാണ്. ആ സമാധാന സമ്മേളനത്തിൽ വെച്ച് രൂപീകരിച്ചമായ സംഘടനയാണ് സർവ്വരാഷ്ട്ര സഖ്യം അഥവാ ലീഗ് ഓഫ് നേഷൻ. 1920 ജാനുവരി മാസം 10-ാം തീയതി ജനീവ ആസ്ഥാനമാക്കിയാണ് ഇത് രൂപീകരിച്ചത്. വുഡ്രോ വിൽസൺ, അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന വുഡ്രോ വിൽസൺ ആണ് ഈ ആശയം മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ വുഡ്രോ വിൽസൺ എന്തുപേരിൽ അറിയപ്പെടുന്നു? സർവ്വരാഷ്ട്ര സഖ്യത്തിന്റെ അല്ലെങ്കിൽ ഐക്യരാഷ്ട്ര ലീഗ് ഓഫ് നേഷന്റെ സ്ഥാപകൻ അല്ലെങ്കിൽ അതിന്റെ ഫൗണ്ടർ അല്ലെങ്കിൽ അതിന്റെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്നത് വുഡ്രോ വിൽസണെയാണ്. അതോടൊപ്പം തന്നെ രണ്ടാം ലോക മഹായുദ്ധം തടയുക എന്നതായിരുന്നു ഇതിന്റെ ലക്ഷ്യം. അതിന്റെ ഭരണഘടനയുടെ പേര് കവനന്റ് എന്നാണ്. ഇതിൽ അംഗമല്ലാതെ മാറി നിന്ന പ്രമുഖ രാജ്യം അമേരിക്കയായിരുന്നു. അപ്പൊ അമേരിക്കക്കാരനായ പ്രസിഡന്റാണ് ഈ ആശയം മുന്നോട്ട് വെച്ചത്. പക്ഷേ അമേരിക്ക എന്തിൽ അംഗമായിരുന്നില്ല? ലീഗ് ഓഫ് നേഷനിൽ അംഗമായിരുന്നില്ല. അപ്പം ഇതിന്റെ ലക്ഷ്യം എന്താ? രണ്ടാം ലോക മഹായുദ്ധം തടയുക എന്നുള്ളതാണ്. അപ്പൊ രണ്ടാം ലോക മഹായുദ്ധം തടയാൻ പറ്റിയോ? ഇല്ല. രണ്ടാം ലോക മഹായുദ്ധം നടന്നു എന്നുള്ളത് കൊണ്ട് തന്നെ രണ്ടാം ലോക മഹായുദ്ധം നടന്നതോടെ സർവ്വരാഷ്ട്ര സഖ്യം പരാജയപ്പെടുക. കാരണം അതിന്റെ ലക്ഷ്യം പൂർത്തീകരിക്കാൻ അല്ലെങ്കിൽ അതിന്റെ ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ ഈ സംഘടനയ്ക്ക് പറ്റിയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ സർവ്വരാഷ്ട്ര സഖ്യം പരാജയപ്പെടുകയാണ്. സർവ്വരാഷ്ട്ര സഖ്യം എന്ത് ചെയ്തു? പരാജയപ്പെട്ടു എന്നുള്ളതും വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികൾ ഓർത്തിരിക്കുക. അങ്ങനെ നമ്മൾ സർവ്വരാഷ്ട്ര സഖ്യത്തോട് അല്ലെങ്കിൽ ലീഗ് ഓഫ് നേഷനോട് ടാറ്റ പറയുകയാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളെങ്കിലും ലീഗ് ഓഫ് നേഷനുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കണം. ഐക്യരാഷ്ട്രസഭ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി തീർച്ചയായിട്ടും നമ്മൾ എന്തുകൂടി അറിഞ്ഞിരിക്കണം? ഒന്നാം ലോക മഹായുദ്ധത്തിന് മുമ്പുണ്ടായിരുന്ന സംഘടന കൂടി അല്ലെങ്കിൽ ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം രൂപീകരിച്ച സംഘടന കൂടി ഓർത്തിരിക്കണം. അതിന്റെ പേര് സർവ്വരാഷ്ട്ര സഖ്യം അഥവാ ലീഗ് ഓഫ് നേഷൻ. 1920 ജാനുവരി മാസം 10-ാം തീയതി ജനീവ ആസ്ഥാനമാക്കി കവനന്റ് എന്ന ഭരണഘടനയോടുകൂടി വുഡ്രോ വിൽസന്റെ ആശീർവാദ പ്രകാരം അമേരിക്ക ഇല്ലാതെ അവർ രൂപീകരിച്ച സംഘടനയുടെ പേര് സർവ്വരാഷ്ട്ര സഖ്യം അഥവാ ലീഗ് ഓഫ് നേഷൻ. ഇനി നമ്മൾ നമ്മുടെ ചെറുക്കൻ്റെ അടുത്തേക്ക് തന്നെ വരികയാണ്. ഏതാ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ആരെ കുറിച്ചാണ്? നമ്മുടെ UN കുറിച്ചിലൂടെ ഐക്യരാഷ്ട്രസഭയെ കുറിച്ചിലൂടെ നമ്മൾ പറഞ്ഞു തുടങ്ങിയത്. അവിടെ നിന്ന് നമ്മൾ ഒന്ന് ഡീവിയേഷൻ ചെയ്ത് അങ്ങോട്ട് പോയത്. അപ്പൊ നമ്മൾ ഐക്യരാഷ്ട്രസഭയിലേക്ക് വീണ്ടും വരികയാണ്. 1945 ഒക്ടോബർ മാസം 24-ാം തീയതി 51 അംഗരാജ്യങ്ങളുമായി തുടങ്ങിയ ഒരു വലിയ സംഘടന. ആ സംഘടന എങ്ങനെ രൂപീകരിച്ചു, എവിടെ എത്തി നിൽക്കുന്നു എന്നൊക്കെ പഠിക്കാൻ വേണ്ടി പോവുകയാണ്. നോക്കിയേ, UN രൂപീകരണത്തിന്റെ നാൾ വഴികളാണ്. ഒരു സുപ്രഭാതത്തിലുണ്ടായ സംഘടനയല്ല ഐക്യരാഷ്ട്രസഭ എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം നമ്മുടെ മുമ്പിൽ ഒരു ചരിത്രമുണ്ട്. ആരുടെ ചരിത്രം? സർവ്വരാഷ്ട്ര സഖ്യത്തിന്റെ ഒരു ചരിത്രമുണ്ട്. അത് പൊളിഞ്ഞു പാളീസായി പോയതിന്റെ ചരിത്രമുണ്ട്. അതുകൊണ്ട് തന്നെ രണ്ടാം ലോക മഹായുദ്ധം ആരംഭിക്കുന്ന സമയത്ത് തന്നെ ഇങ്ങനെ ഒരു സമാധാന സംഘടനയെക്കുറിച്ചുള്ള ചർച്ചകൾ നടന്നിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. 1939 രണ്ടാം ലോക മഹായുദ്ധം ആരംഭിക്കുന്നത്. 1941 തന്നെ അതിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നു എന്നുള്ളതാണ്. 1941 ഓഗസ്റ്റ് മാസത്തിലാണ് അറ്റ്ലാന്റിക് ചാർട്ടർ നടക്കുന്നത്. ഏതാണ് അറ്റ്ലാന്റിക് ചാർട്ടർ? അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റും അതോടൊപ്പം തന്നെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന വിൻസ്റ്റൺ ചർച്ചിലും കൂടി ചേർന്ന് ഒരു ചാർട്ടറിൽ ഒപ്പുവെച്ചു. അതിന്റെ പേരാണ് അറ്റ്ലാന്റിക് ചാർട്ടർ. അപ്പൊ ഐക്യരാഷ്ട്രസഭയുടെ തുടക്കം എന്ന് വേണമെങ്കിൽ, അല്ലെങ്കിൽ ഐക്യരാഷ്ട്രസഭയ്ക്ക് നമ്മൾ ഒരു ഫൗണ്ടേഷൻ, ഒരു വീട് പണിയുമ്പോൾ അതിനകത്തൊരു ആദ്യമായിട്ട് ഒരു കല്ലിടിയിൽ കർമ്മമില്ലൂടെ. അപ്പൊ ഐക്യരാഷ്ട്രസഭയുടെ കല്ലിടിയിൽ നടന്നത് എന്നതാണ് ചോദിച്ചാൽ 1941 ഓഗസ്റ്റ് മാസത്തിലാണ്. ആ കല്ലിന്റെ പേരാണ് അറ്റ്ലാന്റിക് ചാർട്ടർ. അറ്റ്ലാന്റിക് ചാർട്ടർ ഒരു ലോക സമാധാനം, നമ്മൾ ഇങ്ങനെ എന്നും യുദ്ധം ചെയ്താൽ മതിയോ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഇവർ രണ്ട് രാജ്യങ്ങൾ, അതും പ്രമുഖമായ 2 രാജ്യങ്ങളുടെ ഭരണാധികാരികൾ ഒപ്പുവെക്കുന്ന ഒരു ഉടമ്പടിയുടെ പേരാണ് അറ്റ്ലാന്റിക് ചാർട്ടർ. അപ്പൊ ആ സംഭവത്തെയാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ തുടക്കം എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്നു. അപ്പൊ അറ്റ്ലാന്റിക് ചാർട്ടറിൽ ഒപ്പുവെച്ചത് അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റും ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന വിൻസ്റ്റൺ ചർച്ചിലും കൂടി ചേർന്ന്, ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റും വിൻസ്റ്റൺ ചർച്ചിലും കൂടി ചേർന്ന് അറ്റ്ലാന്റിക് ചാർട്ടറിൽ ഒപ്പുവെക്കുന്നു. അപ്പൊ അതാണ് ആദ്യത്തെ ഒരു ചവിട്ടുപടി എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. അത് കഴിഞ്ഞ് 1942 ജനുവരിയിലേക്ക് വരുമ്പോൾ വാഷിംഗ്ടൺ സമ്മേളനമാണ്. എന്താണ് വാഷിംഗ്ടൺ സമ്മേളനം എന്ന് വെച്ചാൽ, അച്ചുതണ്ട് ശക്തികൾക്കെതിരെ പോരാടിക്കൊണ്ടിരുന്ന 26 സഖ്യരാഷ്ട്രങ്ങൾ ചേർന്ന് ഒരു സമാധാന സംഘടന ഉണ്ടാകുന്നതിനെ പറ്റി ചർച്ച ചെയ്യുകയാണ്.
അപ്പൊ എന്താണ് 1942 വാഷിംഗ്ടൺ സമ്മേളനം. അപ്പോൾ ഓരോ സ്റ്റെപ്പായിട്ട് നമ്മൾ കയറി പോവുകയാണ്. ആദ്യം അറ്റ്ലാന്റിക് ചാർട്ടർ എന്ന് പറയുന്ന സ്റ്റെപ്പിൽ ചവിട്ടി, അത് 41 42 നമ്മൾ ഇതാ വാഷിംഗ്ടൺ സമ്മേളനം എന്ന് പറയുന്ന രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ചവിട്ടി പതുക്കെ നമ്മൾ UN-ലേക്ക് നടന്നെടുക്കുകയാണ്. ഐക്യരാഷ്ട്രസഭയിലേക്ക് നമ്മൾ ഇങ്ങനെ നടന്ന് കയറുകയാണ്. അപ്പൊ എന്താണ് വാഷിംഗ്ടൺ സമ്മേളനം എന്ന് വെച്ചാൽ എന്തുവാ? അച്ചുതണ്ട് ശക്തികൾ. നമുക്കറിയാം രണ്ടാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുത്ത രാജ്യങ്ങൾ ഏതൊക്കെയാണ്? അച്ചുതണ്ട് ശക്തികളുമുണ്ട്, സഖ്യശക്തികളുമുണ്ട്. അച്ചുവിന്റെ തണ്ടുകൊണ്ട് സഖ്യന്റെ ശക്തിയുണ്ട്. നോക്കി, അപ്പൊ അച്ചുതണ്ട് ശക്തികളും സഖ്യശക്തികളുമായിരുന്നു രണ്ടാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുത്ത ആക്സിസ് പവേഴ്സും അലൈഡ് പവേഴ്സും. അച്ചുതണ്ട് ശക്തികളിനകത്ത് ആരൊക്കെയായിരുന്നേ? ജർമ്മനി ഉണ്ടായിരുന്നു, ഇറ്റലി ഉണ്ടായിരുന്നു, ജപ്പാൻ. ഇവരാണ്, അതായത് ഫാസിസ്റ്റ് രാജ്യങ്ങളായിരുന്നു പ്രധാനമായിട്ടും അച്ചുതണ്ട് ശക്തികൾ ഉണ്ടായിരുന്നത്. സഖ്യശക്തിക്കകത്തുണ്ടായിരുന്നു ആരൊക്കെയാ? നമ്മുടെ ഇംഗ്ലണ്ട് ഉണ്ടായിരുന്നു, അതോടൊപ്പം തന്നെ ഫ്രാൻസ് ഉണ്ടായിരുന്നു, ചൈന ഉണ്ടായിരുന്നു, പിന്നെ ആരൊക്കെ? അമേരിക്കയും സോവിയറ്റ് യൂണിയനും ഒക്കെ വന്നു ചേരുന്നുണ്ട്. അപ്പോൾ ഇതാണ് പ്രധാനമായിട്ടും നമുക്ക് SCERT ഫാക്റ്റിലൊക്കെ കൃത്യമായിട്ട് പഠിക്കാനുള്ള 3 രാജ്യങ്ങൾ. അച്ചുതണ്ട് ശക്തികളകത്ത് ഇംഗ്ലണ്ട്, ജർമ്മനി, ജപ്പാൻ. ഇംഗ്ലണ്ട് ഉണ്ട്, ഇറ്റലി ഉണ്ട്, ജർമ്മനി ഉണ്ട്, ജപ്പാൻ ഉണ്ട്. സഖ്യശക്തികളിനകത്ത് ഇംഗ്ലണ്ട്, ഫ്രാൻസ്, ചൈന. അപ്പൊ ഈ അച്ചുതണ്ട് ശക്തികൾക്കെതിരെ പോരാടിക്കൊണ്ടിരുന്ന എന്ന് പറഞ്ഞാൽ ഏതാ? സഖ്യശക്തികളിൽ വരുന്ന ഇംഗ്ലണ്ടിന്റെയും ഫ്രാൻസിന്റെയും ചൈനയുടെയും ലീഡർഷിപ്പിലുള്ള 26 സഖ്യരാഷ്ട്രങ്ങൾ, 26 രാജ്യങ്ങൾ ചേർന്ന് ഒരു സമാധാന സംഘടന രൂപീകരിക്കുന്നതിനെ പറ്റി ആലോചിക്കുവാൻ വേണ്ടിയിട്ട് ഇവിടെ വാഷിംഗ്ടണിൽ വെച്ച് ഒരു സമ്മേളനം വിളിച്ചു കൂട്ടി. അവിടെ വെച്ച് അറ്റ്ലാന്റിക് ചാർട്ടർ ആരൊക്കെ തമ്മിൽ ഒപ്പുവെച്ച? ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റും വിൻസ്റ്റൺ ചർച്ചിലും കൂടി ചേർന്ന് ഒപ്പുവെച്ച ലോക സമാധാനത്തിന്റെ ആദ്യ ചവിട്ടുപടി എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാൻ കഴിയുന്ന ആ അറ്റ്ലാന്റിക് ചാർട്ടറിന് പിന്തുണ കൊടുക്കുകയും ഐക്യരാഷ്ട്രസഭയുടെ പ്രഖ്യാപനത്തിൽ ഒപ്പുവെക്കാൻ വാഷിംഗ്ടണിൽ ഒത്തുചേരുകയും ചെയ്യുകയാണ്. അപ്പം വാഷിംഗ്ടൺ സമ്മേളനത്തിൽ വെച്ച് ഇങ്ങനെ ഒരു ലോക സമാധാനത്തിനായി ഒരു സംഘടന രൂപീകരിക്കണമെന്നുള്ള അറ്റ്ലാന്റിക് ചാർട്ടർ എന്ന് പറയുന്ന 1941 ആ അറ്റ്ലാന്റിക് ചാർട്ടറിന് എല്ലാവിധ പിന്തുണയും കൊടുക്കുകയാണ്. ഇതാണ് വാഷിംഗ്ടൺ സമ്മേളനത്തിന്റെ പ്രത്യേകത. ഇനി 42 നിന്ന് നമ്മൾ 43 പോവുകയാണ്. 1943 ഡിസംബറിൽ ടെഹ്റാൻ പ്രഖ്യാപനം. ഇന്ത്യ UN-നോട് ഐക്യരാഷ്ട്രസഭയുടെ മറ്റൊരു നാഴികക്കല്ലായിട്ട് മാറുന്ന പ്രഖ്യാപനമാണ് ടെഹ്റാൻ പ്രഖ്യാപനം. എന്താ ടെഹ്റാൻ പ്രഖ്യാപനം? അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ്, ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന വിൻസ്റ്റൺ ചർച്ചിൽ, സോവിയറ്റ് യൂണിയന്റെ പ്രസിഡന്റ് ആയിരുന്ന സ്റ്റാലിൻ. 3 പേരുമായി കഴിഞ്ഞു. ഇവര് 3 പേരുമാണ് UN-യുടെ സ്ഥാപകർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ്, വിൻസ്റ്റൺ ചർച്ചിൽ, സ്റ്റാലിൻ. ഇതാ 3 പേരും കൂടി ഒന്നിക്കുകയാണ്. എവിടെ? ഇറാനിലെ ടെഹ്റാനിൽ വെച്ച് ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടുന്നു. എന്തിനു വേണ്ടിയിട്ട്? ഒരു സമാധാന സംഘടന രൂപീകരിക്കുക എന്ന ഉദ്ദേശത്തോട് കൂടിയിട്ട്. അപ്പോൾ ഈ 3 പേരും ഇതാ ഒന്നിച്ചു കഴിഞ്ഞു. ഈ 3 പേരും ഒന്നിച്ചാൽ അതിനർത്ഥം ഒരു സമാധാന സംഘടന ഉണ്ടായി എന്നുള്ളതാണ്. കാരണം UN-ഓ അല്ലെങ്കിൽ ഐക്യരാഷ്ട്രസഭയുടെ സ്ഥാപക നേതാക്കൾ എന്ന് വിശേഷിപ്പിക്കുവാൻ കഴിയുന്ന 3 പേർ ആരൊക്കെയാണ്? ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റും വിൻസ്റ്റൺ ചർച്ചിലും സ്റ്റാലിനും കൂടി ചേർന്ന് ടെഹ്റാനിൽ, എവിടെയാ ടെഹ്റാൻ? ഇറാനിലെ ടെഹ്റാനിൽ വെച്ച് 1943 ഒരു പ്രഖ്യാപനം നടത്തുന്നു. ആ പ്രഖ്യാപനം എന്താണ് എന്ന് ചോദിച്ചാൽ, ഇനി ഒരു ലോക സമാധാനത്തിന് വേണ്ടിയിട്ട് ഒരു സംഘടന രൂപീകരിക്കണം എന്നുള്ള ഒരു ആശയമാണ് അവർ അവിടെ നിന്ന് മുന്നോട്ട് വെച്ചത്. അപ്പം UN-നോടെ അല്ലെങ്കിൽ ഐക്യരാഷ്ട്രസഭയുടെ അല്ലെങ്കിൽ യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷന്റെ ചവിട്ടുപടികൾ, നാഴിക കല്ലുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ആദ്യത്തെ കല്ല് എവിടെ കിടക്കുകയാണ്? 41 കിടക്കുക. എന്താ? അറ്റ്ലാന്റിക് ചാർട്ടർ. 42 വാഷിംഗ്ടൺ സമ്മേളനം. 43 ടെഹ്റാൻ പ്രഖ്യാപനം. 45 വരുന്നു. 45 ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം നടക്കുന്നത് 1945 ഫെബ്രുവരിയിൽ യാൾട്ട സമ്മേളനമാണ്. എന്താണ് യാൾട്ട സമ്മേളനം? റൂസ്വെൽറ്റ്, ചർച്ചില്, സ്റ്റാലിൻ, അവർ 3 പേര് വീണ്ടും ആരൊക്കെയാണ്? അമേരിക്കയിൽ നിന്നുള്ള ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ്, ബ്രിട്ടനിൽ നിന്നുള്ള വിൻസ്റ്റൺ ചർച്ചില്, സ്റ്റാലിൻ സോവിയറ്റ് യൂണിയനിൽ നിന്നുള്ള സ്റ്റാലിൻ. ഇവർ 3 പേരും കൂടി ചേർത്ത് ലോക സംഘടനയെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു ലോക സമാധാന സംഘടനയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ സാൻ ഫ്രാൻസിസ്കോയിൽ വെച്ച് ഒരു അന്താരാഷ്ട്ര സമ്മേളനം വിളിക്കാൻ തീരുമാനിക്കുന്നത് ഏത് സമ്മേളനത്തിൽ വെച്ചാണ്? യാൾട്ട സമ്മേളനത്തിൽ വെച്ചാണ്. ഏത് സമ്മേളനം? അവൻ ആദ്യമായിട്ട് ഒത്തുകൂടിയത് ടെഹ്റാനിൽ വെച്ചൊരു പ്രഖ്യാപനമൊക്കെ നടത്തുന്നുണ്ട്. നമ്മൾ ഇങ്ങനെയൊക്കെ രൂപീകരിക്കണം, എന്തെങ്കിലുമൊക്കെ ചെയ്യണം, നമ്മളിങ്ങനെ മിണ്ടാതിരുന്നാൽ പോരാ, എന്തായാലും യുദ്ധത്തിന്റെ തീവ്രതയൊക്കെ നിൽക്കുകയല്ലേ, അതുകൊണ്ട് നമുക്കൊരു സമാധാന സംഘടനയൊക്കെ വേണ്ടേ എന്നൊക്കെ ആലോചിക്കുന്ന ഒരു പ്രഖ്യാപനം അവർ പ്രഖ്യാപിച്ചത് ടെഹ്റാനിൽ വെച്ചാണ്. അങ്ങനെ ആ ടെഹ്റാൻ പ്രഖ്യാപനത്തിന്റെ ഫലമായിട്ട് അവരെല്ലാം കൂടെ ഒരുമിച്ച് കൂടാൻ തീരുമാനിക്കുന്നു. എവിടെ വെച്ച്? യാൾട്ടയിൽ വെച്ച്. ആ യാൾട്ട സമ്മേളനത്തിൽ എന്തോ തീരുമാനിച്ചത്? നമ്മൾ ഇനി വൈകിപ്പിക്കുന്നില്ല, നമ്മൾ സംഘടന തുടങ്ങുകയാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമ്മൾ സാൻ ഫ്രാൻസിസ്കോയിൽ വെച്ച് എന്ത് വിളിച്ചു കൂട്ടണം? ഒരു സമാധാന സംഘടന. അന്ന്
അന്താരാഷ്ട്ര സമ്മേളനം എല്ലാവരെയും കൂടി ചേർത്തുകൊണ്ട് ഒരു അന്താരാഷ്ട്ര സമ്മേളനം വിളിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ 1945 ഏപ്രിൽ മാസത്തിൽ സാൻ ഫ്രാൻസിസ്കോ സമ്മേളനം നടക്കുകയാണ്. യാൾട്ട സമ്മേളനത്തിൽ തീരുമാനിച്ച സമ്മേളന തീരുമാനം നടപ്പിലാക്കുന്നു. 1945 ഏപ്രിൽ മാസത്തിൽ സാൻ ഫ്രാൻസിസ്കോ സമ്മേളനം നടക്കുന്നു. അന്തർദേശീയ സംഘടനയെക്കുറിച്ച് 2 മാസം നീണ്ടുനിന്ന സമ്മേളനം നടക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു സമ്മേളനം നീണ്ടുനിന്നത് എവിടെ വെച്ചാ? അവ ഏറ്റവും പ്രധാനപ്പെട്ട സമ്മേളനമായിട്ട് നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്നത് സാൻ ഫ്രാൻസിസ്കോയിൽ വെച്ച് നടന്ന സമ്മേളനമാണ്. സാൻ ഫ്രാൻസിസ്കോയിൽ വെച്ച് സമ്മേളനം കൂടാൻ തീരുമാനിച്ചത് യാൾട്ട സമ്മേളനത്തിൽ വെച്ചാണ്. യാൾട്ട സമ്മേളനം കൂടാൻ തീരുമാനിച്ചത് ടെഹ്റാൻ പ്രഖ്യാപനത്തിലൂടെയാണ്. അപ്പൊ കണക്ട് ചെയ്ത് പഠിച്ചോണം. അപ്പൊ ആദ്യത്തെ നാഴികക്കല്ല് അറ്റ്ലാന്റിക് ചാർട്ടർ, അതിനുശേഷം വാഷിംഗ്ടൺ സമ്മേളനം, അതിനുശേഷം എന്ത് വരികയാണ്? അതിനുശേഷം നമ്മളുടെ യാൾട്ട സമ്മേളനം വരുന്നു. യാൾട്ട സമ്മേളനത്തിന് ശേഷം നമ്മൾ എന്ത് നടക്കുകയാണ്? സാൻ ഫ്രാൻസിസ്കോയിൽ വെച്ച് നമ്മൾ സമ്മേളനം പ്രഖ്യാപിക്കുന്നു. അതിനിടയ്ക്ക് ടെഹ്റാൻ പ്രഖ്യാപനം കൂടി കടന്നു വരികയാണ്. അപ്പം ഒരു അന്തർദേശീയ സമ്മേളനം വിളിക്കാൻ 45, അതായത് UN രൂപീകരിച്ച സമ്മേളന വർഷം എന്ന 1945 ആ 1945 ആയിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി കാത്തിരിക്കുക, ഏതാനും മാസങ്ങൾ കൂടി കഴിയുമ്പോൾ നമ്മുടെ സംഘടന നിലവിൽ വരികയാണ്. അങ്ങനെ 1945 ജൂൺ മാസം 26-ാം തീയതി UN ഏറ്റവും നിർണായകമായ വർഷം എന്ന് വേണമെങ്കിൽ, അല്ലെങ്കിൽ മാസം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒരു മാസമാണ് ജൂൺ മാസം 26. 1945 ജൂൺ മാസം 26-ാം തീയതി UN ചാർട്ടർ, UN ഭരണഘടനയുടെ പേരാണ് UN ചാർട്ടർ. ആ UN ചാർട്ടറിൽ 50 രാജ്യങ്ങൾ ഒപ്പുവെക്കുകയാണ്. 1-2 അല്ല, 50 രാജ്യങ്ങൾ. അപ്പൊ സാൻ ഫ്രാൻസിസ്കോയിൽ വെച്ചാണ് എന്ത് തീരുമാനിക്കുന്നത്? ഒരു സമാധാന സംഘടന രൂപീകരിക്കാൻ തീരുമാനിക്കുന്നത്. അപ്പൊ രൂപീകരിക്കുന്നതിന് മുമ്പ് ഇതിൽ ആർക്കൊക്കെ താല്പര്യമുണ്ട്, ആർക്കൊക്കെ താല്പര്യമില്ല എന്നൊക്കെ അറിയണമല്ലോ. അപ്പൊ അതിനു വേണ്ടിയിട്ട് അവർ വലിയൊരു പേപ്പർ തയ്യാറാക്കി. അതിനെ വിളിക്കുന്ന പേരാണ് UN ചാർട്ടർ. ആ UN ചാർട്ടർ തയ്യാറാക്കിയത് 1945 ജൂൺ മാസം 26-ാം തീയതിയാണ്. അപ്പൊ UN ചാർട്ടറിൽ 50 രാജ്യങ്ങൾ ഒപ്പുവെക്കുകയാണ്. എത്ര രാജ്യങ്ങൾ ഒപ്പുവെച്ചു? 50 രാജ്യങ്ങൾ ഒപ്പുവെച്ചു. എന്നാൽ ഒക്ടോബർ മാസം 15-ാം തീയതി, ഒക്ടോബർ മാസം 24-ലാണ് UN നിലവിൽ വരുന്നത്. അതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് 15-ാം തീയതി ഒരാൾ കൂടി ഓടി വരികയാണ്. ആരാടെ? 50 പേരെല്ലാം കൂടെ തീരുമാനിച്ചു. ഇനി 50 പേര് മതി, അതിൽ കൂടുതൽ വേണമെന്ന് ഇരിക്കുമ്പോഴാണ് ഒരാൾ കൂടെ, അണ്ണാ ഞാനൂടെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ, ആരാ? നമ്മുടെ പോളണ്ട് വന്ന് ഒപ്പിട്ടതോട് കൂടിയിട്ട് 51 സ്ഥാപകാംഗങ്ങളായി. എത്ര പേരാണ്? 24-ലാണ് നിലവിൽ വരുന്നത്. അപ്പൊ 24-ന് മുമ്പ് എത്ര പേര് മെമ്പർമാരായാലും അവരെല്ലാം സ്ഥാപക അംഗങ്ങളാണ്. അപ്പം അതിന് തൊട്ട് ഏകദേശം ഒരാഴ്ച മുമ്പ് ഒക്ടോബർ മാസം 15-ാം തീയതി പോളണ്ട് കൂടി വന്ന് പറഞ്ഞു, ഞാനിവിടെ ഇതിനകത്ത് മെമ്പർഷിപ്പ് എടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ആദ്യം 50 പേരെ ഒപ്പുവെച്ചുള്ളൂ. അപ്പൊ പോളണ്ട് കൂടി വന്നിട്ട് ഒപ്പുവെച്ചതോടുകൂടി സ്ഥാപക അംഗങ്ങൾ എത്ര പേരായി? 51 പേരാകുന്നു. അതില് ഇന്ത്യ ജൂൺ 26-ന് തന്നെ ഒപ്പുവെച്ചു. ഇന്ത്യ അന്ന് നമുക്കറിയാം, ഇന്ത്യ സ്വാതന്ത്ര്യം ഒന്നും കിട്ടിയിട്ടില്ല. 1945-ലാണ്, 47-ലാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത്. സ്വാതന്ത്ര്യം ഒന്നും കിട്ടിയിട്ടില്ല, ബ്രിട്ടീഷുകാരുടെ കോളനി തന്നെയാണ്. പക്ഷേ ഇന്ത്യയുടെ പ്രതിനിധികൾ ഇതിനകത്ത് വന്ന് ഒപ്പിട്ടിട്ടുണ്ട്. അപ്പൊ ഇന്ത്യ ഒപ്പുവെച്ചതും എന്നാണ്? ജൂൺ 26-നാണ്. അപ്പൊ ഈ 50 സ്ഥാപകാംഗങ്ങളിൽ ആദ്യം ഒപ്പുവെച്ച 50 പേരിൽ ആരുമുണ്ട്? അഭിമാനിക്കാം, നമ്മളുമുണ്ട്. നമ്മൾക്ക് വേണ്ടിയിട്ട് അന്ന് ഒപ്പുവെച്ചത് അക്കോട്ട് രാമസ്വാമി എന്ന വ്യക്തിയാണ്. ആരാണ്? അക്കോട്ട് രാമസ്വാമി. അപ്പം 1945 ജൂൺ മാസം 26-ാം തീയതി ഒപ്പുവെച്ച 50 രാജ്യങ്ങൾ ഒപ്പുവെച്ച ആ UN ചാർട്ടറിൽ അതേ ദിവസം തന്നെ ആരും ഒപ്പുവെച്ചിട്ടുണ്ട്? ഇന്ത്യ ഒപ്പുവെച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്ന് അന്ന് ഒപ്പിടാൻ വന്നത് അക്കോട്ട് രാമസ്വാമിയാണ്. ആരാണ്? അക്കോട്ട് രാമസ്വാമി. അങ്ങനെ 50 പേരുമായിട്ട് തുടങ്ങും എന്ന് വിചാരിച്ചിരുന്നതാണ്. നല്ല നമ്പറാണ് 50. അപ്പൊ 50 പേരുമായിട്ട് ഇങ്ങനെ കൂടാൻ വേണ്ടി ഇരുന്നപ്പോഴാണ് ഒക്ടോബർ മാസം 15-ാം തീയതി ആരും കൂടി വന്ന് ഒപ്പുവെക്കുന്നത്? പോളണ്ട് കൂടി വന്ന് ഒപ്പുവെച്ചതോടെ 51 രാജ്യങ്ങളായി. ഇനി ആരെങ്കിലും വന്ന് ഒപ്പിടാനുണ്ടോ എന്ന് ചോദിച്ചു. ആരും വന്നില്ല. അങ്ങനെ 1945 ഒക്ടോബർ മാസം 24-ന് UNO നിലവിൽ വരികയാണ്. നല്ലൊരു കൈ കൊടുത്തേ. കാരണം ഒരുപാട് കഷ്ടപ്പെട്ട ഇല്ലയോ? നോക്കി, 41 തുടങ്ങിയ പോരാട്ടമാ. 41-ൽ അറ്റ്ലാന്റിക് ചാർട്ടർ, 41-ൽ വാഷിംഗ്ടൺ സമ്മേളനം, 43-ൽ ടെഹ്റാൻ പ്രഖ്യാപനം, അതോടൊപ്പം തന്നെ 45-ല് യാൾട്ട സമ്മേളനം, 45-ൽ തന്നെ സാൻ ഫ്രാൻസിസ്കോ സമ്മേളനം, 45-ൽ തന്നെ നമ്മുടെ UN ചാർട്ടർ രൂപീകരിക്കുന്നു. പിന്നെ എല്ലാവരെയും വിളിച്ച് ഒപ്പിടിച്ചു. 1900 ജൂൺ 26-ന് 50 രാജ്യങ്ങൾ വന്ന് ഒപ്പിട്ടു. അത് കഴിഞ്ഞ് ഒക്ടോബർ മാസം 16, 15 ആയപ്പോഴേക്കും ആര് വന്നു? നമ്മുടെ പോളണ്ടും കൂടി ഒപ്പിട്ട് 51 പേരായി. ഇനി എന്തായാലും അധികം ആരെയും കാത്തു നിൽക്കുന്നില്ല എന്ന് തീരുമാനിച്ച് ഒക്ടോബർ മാസം 24-ാം തീയതി എന്ത് നിലവിൽ വന്നു? UNO നിലവിൽ വരുന്നു. ആ ഒക്ടോബർ 24 നമ്മൾ UN ഡേ ആയിട്ട് ആഘോഷിക്കുകയാണ്. അപ്പൊ UN ഡേ എന്താണെന്ന് ചോദിച്ചാൽ
ഒക്ടോബർ മാസം 24. UN നിലവിൽ വന്നതെന്ന് ചോദിച്ചാൽ 1945 ഒക്ടോബർ 24. എത്ര സ്ഥാപക അംഗങ്ങൾ? 51 പേര്. അതിൽ ഇന്ത്യ ഉണ്ടോ? ഉണ്ട്. ഇന്ത്യ UN ചാർട്ടറിൽ ഒപ്പുവെച്ചുകൊണ്ട് അംഗമാകുമ്പോൾ ആ UN ചാർട്ടറിൽ ഒപ്പുവെച്ച ഇന്ത്യക്കാരന്റെ പേര് അക്കോട്ട് രാമസ്വാമി. കിട്ടിയല്ലോ, പഠിച്ച് പൊയ്ക്കോണേ ഇപ്പൊ തന്നെ. ഇനി അടുത്ത നോക്കിയേ, 1945 ഒക്ടോബർ 30 ഇന്ത്യ UN അംഗമാകുന്നത്. ഇവിടെ ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്കുണ്ടാകും. സാറ് പിന്നെ നേരത്തെ പറഞ്ഞ പിന്നെ എന്തോ ഉണ്ടാക്കാനാണെന്ന് ചോദിക്കും. നിങ്ങൾ ചോദിക്കത്തില്ല, നല്ല പിള്ളേരാണെങ്കിലും. നോക്കിയേ, 1945 ജൂൺ മാസം 26 UN ചാർട്ടറിൽ ഒപ്പുവെക്കുന്നത്. UN ചാർട്ടറിൽ ഒപ്പുവെച്ചു എന്ന് പറഞ്ഞുകൊണ്ട് UN അംഗമാകണമെന്നില്ല. UN ചാർട്ടറിൽ ഒപ്പുവെച്ച് ഞാൻ ആർക്ക് ചേരാൻ താല്പര്യമുള്ള ആളുകളുടെ പേരെല്ലാം കൂടിയാണ് എഴുതി ഒപ്പുവെക്കുന്നത്. അങ്ങനെ അക്കോട്ട് രാമസ്വാമി ഇന്ത്യയുടെ പേരും എഴുതി വെച്ച് അതിനകത്ത് ഒപ്പുവെക്കുന്നു. അങ്ങനെ ഇന്ത്യ മെമ്പറാണ് എന്ന് അംഗീകരിക്കുന്നത് ഒക്ടോബർ മാസം 30 എന്നാണ്. ഒക്ടോബർ മാസം 30 ഇന്ത്യ UN അംഗമായി മാറി. ഒഫീഷ്യലായിട്ട് ഇന്ത്യ അംഗമാകുന്നത് ഒക്ടോബർ മാസം 20. പക്ഷേ UN ചാർട്ടറിൽ ഇന്ത്യ ഒപ്പുവെക്കുന്നത് 1945 ജൂൺ മാസം 26. 50 രാജ്യങ്ങൾ ഒപ്പുവെച്ചപ്പോൾ ഇന്ത്യയും അതിനൊപ്പം ഉണ്ടായിരുന്നു. അവസാനം വന്ന് പോളണ്ടും കൂടി ഒപ്പുവെച്ചതോടെ 51 പേരായി. പക്ഷേ 51 പേർക്കും മെമ്പർഷിപ്പ് കിട്ടിയിട്ടില്ല. അവർക്ക് ഇങ്ങനെ കുറെ രേഖകളൊക്കെ പരിശോധിച്ച് ഇവരൊക്കെ മെമ്പറാക്കാൻ യോഗ്യത ഉള്ളവരാണോ എന്നൊക്കെ പരിശോധനയ്ക്ക് ശേഷമാണ് അവർക്ക് മെമ്പർഷിപ്പ് കൊടുക്കുന്നത്. അപ്പൊ ഇന്ത്യ ഒഫീഷ്യലായിട്ട് എന്നാണ് മെമ്പർഷിപ്പ് ആയത് എടുത്തെന്ന് ചോദിച്ചാൽ 24 രൂപീകരിച്ച സംഘടനയിൽ 6 ദിവസം കഴിഞ്ഞ് ഒക്ടോബർ മാസം 30 ഇന്ത്യ UN അംഗമാകുന്നത്. ഇനി അപ്പൊ ഇത്രയുമാണ് UN ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനമായിട്ട് UN നാൾ വഴികൾ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പം 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം രൂപീകരിച്ച ലോക സമാധാന സംഘടന ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ്, വിൻസ്റ്റൺ ചർച്ചിൽ, സ്റ്റാലിൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഈ സംഘടന രൂപീകരിക്കുന്നത്. അമേരിക്ക, ബ്രിട്ടൻ അല്ലെങ്കിൽ ഇംഗ്ലണ്ട് അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയൻ, ഈ 3 രാജ്യങ്ങളുടെ നേതാക്കന്മാരാണ് ഇവർ. അന്നത്തെ ലോക നേതാക്കളായിരുന്നു. ഇവരുടെ 3 പേരുടെ നേതൃത്വത്തിലാണ് ഒരുപാട് കഷ്ടപ്പാടിലൂടെയും കഠിനാധ്വാനത്തിലെയും ഒരുപാട് സമ്മേളനങ്ങളിലൂടെയുമാണ് ഇത് നിലവിൽ വരുന്നത്. 1941 അറ്റ്ലാന്റിക് ചാർട്ടർ, 1942 വാഷിംഗ്ടൺ സമ്മേളനം, 1943 ഇറാനിൽ വെച്ച് നടന്ന ടെഹ്റാൻ പ്രഖ്യാപനം, 1945 നടന്ന യാൾട്ട സമ്മേളനം, 1945 തന്നെ നടന്ന സാൻ ഫ്രാൻസിസ്കോ സമ്മേളനം. ഇതിനെല്ലാം ഫലമായിട്ട് 1945 ജൂൺ മാസം 26 UN ചാർട്ടർ നിലവിൽ വരുന്നു. ഈ UN ചാർട്ടറിനകത്ത് താല്പര്യമുള്ള രാജ്യങ്ങൾ വന്ന് ഒപ്പിടാൻ പറയുന്നു. അങ്ങനെ 50 രാജ്യങ്ങൾ വന്ന് ഒപ്പിടുന്നു. അതിൽ ഇന്ത്യയും ഉണ്ടായിരുന്നു. ഇന്ത്യയിൽ നിന്ന് ഒപ്പിട്ടത് അക്കോട്ട് രാമസ്വാമിയാണ്. അതിനുശേഷം കുറച്ച് ദിവസം അങ്ങനെ രൂപീകരിക്കുവാൻ വേണ്ടി എത്തുന്നതിന്റെ തൊട്ട് ഒരാഴ്ച മുമ്പ് ആരും കൂടി പോളണ്ടും കൂടി വന്ന ഒക്ടോബർ മാസം 15 ഈ UN ചാർട്ടറിൽ ഒപ്പിട്ടതോടെ 51 സ്ഥാപക അംഗങ്ങളായിട്ട് UN മാറുകയാണ്. അങ്ങനെ UNO 1945 ഒക്ടോബർ മാസം 24 ഒഫീഷ്യലായിട്ട് നിലവിൽ വരുന്നു. ആ ഒക്ടോബർ 24 UN ഡേ ആയിട്ട് നമ്മൾ ആഘോഷിക്കുന്നു. ആ ഒക്ടോബർ 24 നിലവിൽ വന്നതിന് ശേഷം 6 ദിവസം കഴിഞ്ഞ് ഇന്ത്യ ഒഫീഷ്യൽ മെമ്പർ ആയിട്ട് മാറുന്നു. 1945 ഒക്ടോബർ 30 ഇന്ത്യക്ക് അംഗമായിട്ട് മെമ്പർഷിപ്പ് കിട്ടുന്നത്. ഇനി അതിന്റെ ബേസിക് ഫാക്ടേഴ്സ്, അതായത് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട അതിന്റെ ആസ്ഥാനങ്ങൾ, ഭാഷ തുടങ്ങിയ കുറച്ച് കാര്യങ്ങളാണ്. UN ആസ്ഥാനം അമേരിക്കയിലെ ന്യൂയോർക്കിലുള്ള മാൻഹട്ടൻ എന്ന് പറയുന്ന സ്ഥലത്താണ്. എവിടെയാണ്? മാൻഹട്ടൻ എന്ന് പറയുന്ന സ്ഥലം അമേരിക്കയിലെ ന്യൂയോർക്കിലാണ്. മാൻഹട്ടൻ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഈ സ്ഥലം UN സംഭാവനയായി നൽകിയത് ഒരു വ്യവസായിയായിരുന്നു. ജോൺ ഡി റോക്ക്ഫെല്ലർ എന്ന് പറയുന്ന ഒരു വ്യവസായിയാണ് ഈ ഏക്കർ കണക്കിന് സ്ഥലം, ന്യൂയോർക്കിലെ മാൻഹട്ടൻ എന്ന് പറയുന്ന ഏക്കർ കണക്കിന് വിശാലമായ സ്ഥലമാണ്. ആ സ്ഥലം UN ലോക സമാധാനത്തിനായി വിട്ടു നൽകിയത് ആരാണ്? ജോൺ ഡി റോക്ക്ഫെല്ലർ എന്ന് പറയുന്ന ഒരു വ്യവസായിയാണ്. ഇനി ഇതിന്റെ യൂറോപ്യൻ ആസ്ഥാനം എവിടെയാണ്? ഇതില് ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ, ന്യൂയോർക്കിലെ മാൻഹട്ടൻ ആണ്. എന്നാൽ യൂറോപ്യന്മാരാണല്ലോ ഇതിന്റെ മെയിൻ സെന്റർ എന്ന് പറഞ്ഞാൽ, അതുകൊണ്ട് തന്നെ യൂറോപ്പിലും ഇതിനൊരു ആസ്ഥാനമുണ്ട്. അതിന്റെ ആസ്ഥാനം ജനീവയാണ്. എവിടെയാണ്? ജനീവയാണ്. ഇനി അതിന്റെ പ്രധാനപ്പെട്ട ഭാഷകൾ, 6 ഭാഷകളാണ് UN ഔദ്യോഗിക ഭാഷകളായിട്ട് അംഗീകരിച്ചിട്ടുള്ളത്. 1 അറബിക്ക്, 2 ചൈനീസ്, 3 ഇംഗ്ലീഷ്, 4 ഫ്രഞ്ച്, 5 റഷ്യ, 6 സ്പാനിഷ്. അപ്പം എത്രയൊക്കെയാണ്? അറബിക്കുണ്ട്,
ചൈനീസ് ഉണ്ട്, ഇംഗ്ലീഷ്, ഫ്രഞ്ച്, റഷ്യ, സ്പാനിഷ്. ഇത്രയുമാണ് UN-ന്റെ ഒഫീഷ്യൽ ഭാഷകളായിട്ട് അംഗീകരിക്കുന്നത്. അതിൽ അവസാനമായിട്ട് ഉൾപ്പെടുത്തിയ ഭാഷ അറബിക്കാണ്. ബാക്കിയെല്ലാം സ്ഥിര അംഗങ്ങളുമായി ബന്ധപ്പെട്ട ഭാഷകളാണ്. അതിൽ ഏറ്റവും അവസാനമായിട്ട് അതിൽ UN-ന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറഞ്ഞാൽ അതിൻ്റെ രക്ഷാസമിതിയാണ്. ആ രക്ഷാസമിതിയിൽ 5 സ്ഥിരാംഗങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ വിശദമായിട്ട് പഠിക്കും. ആ സ്ഥിരാംഗങ്ങളിൽപ്പെട്ട രാജ്യങ്ങളിൽ ഉൾപ്പെടാത്ത ഒരു ഭാഷയുണ്ട് എന്ന് ചോദിച്ചാൽ അത് അറബിക്ക് മാത്രമാണ്. കാരണം ഒരുപാട് അറബ് രാജ്യങ്ങൾ ഉണ്ടായതുകൊണ്ട് അവരെയും കൂടി സംതൃപ്തിപ്പെടുത്തുവാൻ വേണ്ടിയാണ് 6 ഭാഷകൾ. അപ്പോൾ അറബിക്ക്, ചൈനീസ്, ഇംഗ്ലീഷ്, ഫ്രഞ്ച്, റഷ്യ, സ്പാനിഷ്. അപ്പോൾ ഇത്രയുമാണ്. ഇനിയും കുറച്ച് കാര്യങ്ങൾ അടിസ്ഥാനപരമായിട്ട് പഠിക്കാനുണ്ട്. അതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം.